നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ക്ലേ വെച്ച് ഒരു മയിലിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ ഈസിയായ സ്റ്റെപ്പിലൂടെ ഒരു മയിലിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് പഠിക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ക്ലേ ഫേവർ കാസ്റ്റലിൻ്റെ മോഡലിംഗ് ഡൗ ആണ്. മയിലിനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കളറുകൾ ഒരു ബ്രൗൺ ഉണ്ട്, ഒരു ഓറഞ്ച്, ഒരു ബ്ലൂ, ഒരു യെല്ലോ, ഒരു ഗ്രീന്, പിന്നെ അതിൻ്റെ ടൂളുകൾ. ഈ രണ്ട് ടൂളുകളും ഇത്രയുമാണ് നമുക്ക് മയിലിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അതിന് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഈ നീല നിറത്തിലുള്ള ഡൗ ആണ്. ഇവത്തിൽ നമ്മൾ ഡൗ എടുത്തിട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ തുടങ്ങും. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഈ രീതിയിലും മടക്കിയെടുക്കുക. ഇവിടെ തലയുടെ വരുന്ന രീതിയിൽ, ഇവിടെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിതിനെ മടക്കിയെടുക്കുക. ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എടുക്കുന്നത് യെല്ലോ ഷെയ്ഡുള്ള ഡൗ ആണ്. ഡൗ എടുത്ത് ഈ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ ഇവിടെ വെച്ച് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. അടുത്തതായി നമ്മൾ എടുക്കുന്നത് ഗ്രീൻ നിറത്തിലുള്ള ഡൗ ആണ്. അത് പരത്താനായിട്ട് നമുക്ക് റോളർ ഉപയോഗിക്കാം. റോളർ ഉപയോഗിച്ച് നമ്മൾ നീളത്തിൽ ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കണം. ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പീകോക്കിൻ്റെ ഇതിൻ്റെ രണ്ടിനും ഇടയിലുണ്ടല്ലോ, ഈ ഭാഗത്തോട്ട് സെറ്റ് ചെയ്യണം. ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും ഇത് കിട്ടുന്നത്. അടുത്തായിട്ട് ഇനി ചുണ്ടാണ് എടുക്കുക. ഇതിന് ഞാൻ ചെറിയൊരു യെല്ലോയുടെ ഒരു പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഒരു ചുണ്ടിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ട് ഇത് നേരെ ഈ ചുണ്ടിൻ്റെ പോർഷനിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കുന്നു. അടുത്തതായിട്ട് ഈ ഭാഗത്ത് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞ എടുത്തിട്ടുണ്ട്, മഞ്ഞ ഡൗ എടുത്തിട്ടുണ്ട്. ചെറിയ കുറച്ച് ഉരുളകൾ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് ഉരുളകൾ ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞെക്കി ഈ ഷേപ്പിലോട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഈ ഷേപ്പിലോട്ട് പരത്തി ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കൈ വെച്ച് തന്നെ പരത്തിയാൽ മതിയാവും. നമ്മൾ കൈ വെച്ച് തന്നെ പരത്തി ഈ ഷേപ്പിലാക്കി ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് ഓറഞ്ച് നിറത്തിലുള്ള ഡൗ എടുത്തിട്ടുണ്ട്. ഇതും ഈ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെറിയ പീസുകളാക്കി എടുക്കുക. എന്നിട്ട് ഇത് ആ മഞ്ഞ ഷേപ്പിൽ നമ്മൾ ചെയ്തില്ല, അതിന് മുകളിൽ തന്നെ ചെയ്യാനായിട്ടുള്ളതാണ്. ആ മഞ്ഞ കവർ ചെയ്ത് ഇങ്ങനെ വെക്കുക. ഓക്കെ, കുറച്ച് ഭാഗം മഞ്ഞ കാണുന്ന രീതിയിൽ ഇതിൽ സെറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട ഈ നീല നിറത്തിലുള്ള ഡൗ ആണ്. ഇതും നമുക്ക് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി ആ ഓറഞ്ചിന് മുകളിലോട്ട് ഈ ഒരു ഷേപ്പിലാക്കുക. ഇനി കുറച്ച് ഷെയ്ഡിങ് ആണ് കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് വരകളൊക്കെ ഇട്ട് കൊടുക്കുക. ഈ ടൂൾ വെച്ചിട്ട് ചെറിയ ചെറിയ വരകളൊക്കെ ഇട്ട് കൊടുത്ത്
അടുത്തായിട്ട് തന്നെ ഇച്ചിരി കാലുണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ 3 പീസുകൾ റോൾ ചെയ്തിട്ട് നമ്മൾ ചെറിയ കാലുണ്ടാക്കി ഇതിന് കൊടുക്കുക. ഇതുപോലെ കാലുണ്ടാക്കി ജസ്റ്റ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യും. ഓക്കെ, തലയിലൊരു തൊപ്പി പോലെയുള്ള ഭാഗമില്ലേ, അതാണ് ഇനി. അതിന് നമ്മളിങ്ങനെ ഒരു ബ്ലൂ നിറത്തിലുള്ള എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ടൂളിൻ്റെ ഈ ഷേപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഷേപ്പ് വെച്ച് നമ്മളൊരു തലയിൽ ആ തൊപ്പി പോലെയുള്ള ഭാഗം ഉണ്ടാക്കിയെടുക്കുക. ആ പോർഷൻ നമ്മൾ തലയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പീക്കോക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫുൾ റിസൾട്ട് നോക്കാം. ഇനി റിസൾട്ട് കാണണ്ടേ എങ്ങനെയുണ്ടെന്ന്.